നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാതെ പോയ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ വേദനിപ്പിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത ചില വാക്കുകൾ, ചില ആൾക്കാർ പറഞ്ഞ വാക്കുകൾ, നമ്മളെ ഹേർട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട്, നമ്മൾ മനസ്സിലാക്കാണ്ട് പോയ നമ്മളുടെ എക്സ്. ഈ ഓർമ്മകളെല്ലാം ഒരു ഭാരം പോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുകയാണ് എന്നുള്ളത്. അവരോടുള്ള ദേഷ്യവും വെറുപ്പും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോർഗിവിങ്ങിനെ കുറിച്ചിട്ടാണ്, ക്ഷമയെ കുറിച്ചിട്ടാണ്. നമ്മൾ മിക്ക ആൾക്കാരും വിശ്വസിക്കുന്നത് നമ്മളെ അത്രയും ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാണ്ട് പോയ ഒരാളോട് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവരതിൽ ജയിച്ചു പോയില്ലേ, നമ്മൾ തോറ്റു പോയില്ലേ എന്നുള്ളതാണ് നമ്മളുടെ പേടി, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്നുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഔദാര്യമായിട്ടൊക്കെ അവരൊരിക്കലും അത് ഡിസേർവ് ചെയ്യുന്നില്ല, പിന്നെ എന്തിന് നമ്മൾക്ക് അവരോട് ക്ഷമിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഈ തോട്ട് ശരിയാണോ? നമ്മൾ അവരെ ക്ഷമിക്കുക എന്നുള്ളത് അത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണോ, അത് അല്ല നമ്മൾക്കും കൂടി വേണ്ടിയാണോ? നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ആ ഒരു റിയാലിറ്റീനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ബിഗിൻ. യെസ്, നമ്മൾ ഒരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ വെയിറ്റ് ഓഫ് അൺഫോർഗിവ്നെസ്. ഒരാളോട് ക്ഷമിക്കാതെ ആ ദേഷ്യവും മനസ്സിലിട്ട് നടക്കുന്ന സമയത്ത് ശരിക്കും ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരാൾ ഒരുപക്ഷെ അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ടാവും. ഒരുപക്ഷെ അവർക്ക് കുറ്റബോധം പോലും ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ആ ഒരു ഹേർട്ട്, ആ ഒരു മുറിവ് ഓർത്തിട്ട് നമ്മളിങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ദേഷ്യം നമ്മളുടെ ഉറക്കം കെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം ഇല്ലാതാക്കുകയാണ്. നമ്മളുടെ കംപ്ലീറ്റ് എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് എന്നുള്ളത്. ബുദ്ധൻ്റെ ഒരു കോട്ടുണ്ട്, ആങ്കർ ഈസ് ലൈക്ക് ഗ്രാസ്പിംഗ് എ ഹോട്ട് കോൾ വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് ത്രോയിങ് ഇറ്റ് അറ്റ് സംവൺ എൽസ്, ബട്ട് യു ആർ ദ വൺ ഹു ഗെറ്റ്സ് ബേൺഡ്. നമ്മൾ ഒരു തീ കനലും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ ദേഷ്യത്തിൽ മറ്റൊരാളുടെ മുകളിലേക്ക് എറിയാൻ നോക്കുന്ന സമയത്ത് നമ്മളത് ഇത്രമാത്രം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. ആ പിടിക്കുന്ന സമയത്ത്, ആ ഒരു തീ കനൽ പിടിക്കുന്ന സമയത്ത് നമ്മളുടെ കൈയാണ് പൊള്ളിക്കൊണ്ടിരിക്കുന്നത്, നമ്മളാണ് വേദനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ അവരെ ക്ഷമിക്കാതെ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്ന ദേഷ്യം അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ മാത്രമാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും വേദനിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ക്ഷമയെ അല്ലെങ്കിൽ ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന കാര്യത്തെ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കാം. ഫോർഗിവ് ചെയ്യുക, ക്ഷമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് ശരിയായിരുന്നു എന്നതുകൊണ്ടല്ല, അവർ ചെയ്തത് തെറ്റ് തന്നെ ആയിരിക്കാം, നമ്മൾക്കുണ്ടായ പെയിനും ഒക്കെ സത്യമായിരുന്നു, പക്ഷേ അതിനൊരിക്കലും കുറച്ച് ആണല്ല നമ്മൾ എന്നുള്ളത്. നമ്മൾ അവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടായ പെയിൻ്റെ കുറച്ച് കാണുന്ന ഒരു കാര്യമല്ല. നമ്മൾ വീണ്ടും പഴയതുപോലെ ആവണം, ആളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ആവണം എന്നുമില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും പഴയതുപോലെ ആക്കാനായിട്ട് പറ്റത്തില്ല, അതിന് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് അവരെ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യമല്ല, അതിനുള്ളൊരു ടൂളല്ല അത് എന്നുള്ളത്. പിന്നെ എന്താണ് അക്ഷയ് ക്ഷമിക്കുക എന്ന് വെച്ചിട്ട് നീ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കേണ്ടാവല്ലേ. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരാൾ നമ്മളോട് ചെയ്ത തെറ്റിൻ്റെ ഭാരം ഇനി നമ്മുടെ മനസ്സിൽ ചുമക്കാനായിട്ട് ഇനി ഞാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മൾക്ക് വേണ്ടി എടുക്കുന്ന ആ ഒരു തീരുമാനമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. മറ്റൊരാൾ ചെയ്ത കാര്യം ഇന്നത്തെ എൻ്റെ പീസ്ഫുൾ ലിവിങ്ങിനെ ഇല്ലാതാക്കാനായിട്ട് ഇനി ഞാൻ അനുവദിക്കില്ല എന്ന് നമ്മളായിട്ട് എടുക്കുന്ന ഒരു ടേക്കാണത്. ക്ഷമ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ജയിലിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നൊരു പരിപാടിയാണ്. ആ വീറ്റും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നമുക്ക് മനസമാധാനത്തോടെ നടക്കാനുള്ള നമ്മളുടെ തീരുമാനമാണ് ഈ ഒരു ക്ഷമ അല്ലെങ്കിൽ ഫോർഗിവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, പക്ഷേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ അനുഭവിക്കുന്ന നമുക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ പെയിൻ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതും ഞാൻ അനുഭവിച്ച കാര്യമാണ്, ആൻഡ് എനിക്കറിയാം ആ പെയിൻ. സത്യമാണ്, നമുക്ക് ഒരാളോട് ക്ഷമിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നമ്മൾ അത്രയും ഹേർട്ട് ചെയ്ത് പോയ ആളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്ഷമിക്കല്ലേ. പക്ഷേ നമുക്കൊരാളോട് ക്ഷമിക്കാൻ പറ്റാത്തതിന് 3 കാരണങ്ങളാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാരണങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഈഗോ ആണ്. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതായി പോവില്ലേ, അല്ലെങ്കിൽ അവർ വലുതാവില്ലേ എന്നുള്ള ചിന്ത നമ്മളുടെ ഈഗോ നമുക്ക് കൊണ്ടുതരുന്നു എന്നുള്ളത്. സെക്കൻഡ് വൺ, നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതായത് അവർ ചെയ്ത തെറ്റിന് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും എന്നുള്ളത്. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നീതി കിട്ടില്ല എന്നുള്ള തോട്ടൊക്കെ ആയിരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ളത്. ആൻഡ് ദ തേർഡ് വൺ,
നമ്മൾ വീണ്ടും ഹേർട്ട് ആകുമോ എന്നുള്ള പേടി, ഫിയർ ഓഫ് ബീയിങ് ഹേർട്ട് അഗെയിൻ. നമ്മൾ ക്ഷമിച്ചാൽ വീണ്ടും അവർക്ക് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക എന്നുള്ളത്. ആൻഡ് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ പെയിനൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുക്കി ജീവിക്കാനായിട്ട് തീരുമാനിക്കണേ. പക്ഷേ ഈ വെയിറ്റും ഈ ഒരു പെയിനൊക്കെ നമ്മളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ ലൈഫോ നമുക്ക് എങ്ങനെ ക്ഷമിച്ച് തുടങ്ങാം, എങ്ങനെ ഫോർഗിവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു ഭയങ്കരമായിട്ട് ആളെ ക്ഷമിക്കാനോ അല്ലെങ്കിൽ നാളെ തൊട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും വീണ്ടും എന്നൊന്നും അല്ല പറയണേ. പക്ഷേ അതിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സാണ് ഇനി പറയാനായിട്ട് പോണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പെയിൻ, നമ്മളുടെ വിഷമത്തെ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേദനിച്ചു, ഞാൻ ഹേർട്ടായി എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ട് സമ്മതിക്കുക എന്നുള്ളത്. ഈ വികാരങ്ങളെയൊക്കെ അടക്കി വെക്കാതെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. കരയണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കരയുക എന്നുള്ളത്. നമ്മളുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഒരു അടച്ചിട്ട മുറിയിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക എന്നുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പ്, ക്ഷമിക്കാനായിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിൽ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. എന്താണ്, എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഈ ഒരു വെയിറ്റ് എനിക്ക് ഞാൻ എടുക്കില്ല, എനിക്കിത് വേണ്ട എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ഇങ്ങനെ തീരുമാനിക്കുക. നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയുക എന്നുള്ളത്. തേർഡ് സ്റ്റെപ്പ്, ഒരു ലെറ്റർ എഴുതുക. നിങ്ങൾ ഹേർട്ട് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ, മനസ്സിലുള്ള ദേഷ്യവും സങ്കടവും പെയിനൊക്കെ ആ ഒരു ലെറ്ററിൽ എഴുതുക. പക്ഷെ അതൊരിക്കലും അവർക്ക് അയക്കാൻ വേണ്ടിയിട്ടല്ല. എഴുതി കഴിയുന്ന സമയത്ത് ആ പേപ്പർ കീറി കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യം ഇത് ഭയങ്കര ക്രിഞ്ചല്ലേ, പല സൈക്കോളജിസ്റ്റിനെയും ട്രോൾ ചെയ്യാനായിട്ടും കളിയാക്കാനായിട്ടൊക്കെ ഇത് പലരും പറഞ്ഞ് വെക്കുന്നൊരു കാര്യമാണ് ഈ കത്തിച്ച് കളയുക. എന്താ, നമ്മുടെ വിഷമവും സങ്കടമൊക്കെ എഴുതിയ പേപ്പർ നമ്മൾ കത്തിച്ച് കളയുക എന്ന് പറയുന്നത് അത് ക്രിഞ്ചാണ് എന്നുള്ള രീതിയിലൊക്കെ, അതൊന്നും വർക്കാവില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട്, പറഞ്ഞ് കേൾക്കാറുമുണ്ട്. പക്ഷേ ഇറ്റ് വർക്ക്സ്. നമ്മൾ അത്രയും ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ശരിയാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പേപ്പറിൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ പേപ്പർ കത്തുന്നതിലൂടെ നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ് ദം വെൽ. അവർക്ക് നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എനിക്കറിയാം ഇതാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരെങ്ങനെയാണ് നമ്മൾ സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുക. നമ്മൾ ഇത്രയും ഹേർട്ട് ചെയ്ത ആളെ നമ്മളെങ്ങനെയാണ് അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റുക. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ട് മാത്രം ആവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക. അവരുടെ സന്തോഷം ഒരിക്കലും നമ്മളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു ഹേർട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഈ മാപ്പ് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ തലയിൽ മൊത്തം ഈ ഒരു സങ്കടവും മനസ്സിൽ മൊത്തം ഈ ഒരു സങ്കടവും ദേഷ്യമൊക്കെ ഉള്ള സമയത്ത് ഇതൊന്നും, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങളൊരു 3 ആഴ്ച ഈ ഒരു സെയിം എപ്പിസോഡ് തന്നെ കേട്ടിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ഐ എം ഷുവർ ഇറ്റ് വിൽ വർക്ക് ആൻഡ് ഐ റിയലി എക്സ്പെക്ട് യു ഓൺ മൈ DM. നിങ്ങൾ വന്ന് പറയണം, പക്ഷേ ഇറ്റ് വർക്ക്സ്. ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു അല്ലെങ്കിൽ അവരോട് ഞാൻ ക്ഷമിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ എൻ്റെ മെസ്സേജിൽ വന്നിട്ട് നിങ്ങൾ പറയും. ഈ 3 ആഴ്ച നിങ്ങളിതൊന്ന് കേട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നത് അത് നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ മറ്റാൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മളുടെ ഉള്ളിലെ ആ ഭാരം ഇറക്കി വെക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹേർട്ട് ചെയ്ത ആളെ ഓർത്തിട്ട് ഇനിയും നമ്മൾ നമ്മളുടെ സ്വയം മനസ്സിങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും ഒരു ഹാപ്പി പീസ്ഫുൾ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്കും ഉണ്ടാവട്ടെ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടെ ലക്ഷ്യ പ്രകാശാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.